ഏന്നോ ആ കാലൊന്ന് കയറ്റിക്ക്, ഞാൻ അവിടെ തുറക്കട്ടെ. ആ പിന്നെ കാല് കയറ്റിയേക്കാനും നിരക്കിയേക്കാനും ഞാൻ അധികം ഉണ്ടാവില്ല. 2 മാസത്തെ ലീവാണ് കറക്റ്റ് കളവി വന്നിരിക്കുന്നത്. റിട്ടേൺ ടിക്കറ്റ് തന്നിട്ടാ വിട്ടിക്കണ്. അതെ ആ അങ്ങോട്ടൊക്കെ ആ മക്കള് നിന്ന് കളിക്കണ എന്ത് രസല്ലേ ഇറ്റളെ കാണാ. ആ അതിലാ വല്യോനേതാ? അതാ പച്ചക്കുപ്പായിട്ടത് ഷെഫീഖിന്റെ കുട്ടി. ആ മറ്റേ കുട്ടിയെ ഇപ്പൊ പുതിയ താമസക്കാരൊന്നുണ്ട് അപ്പുറത്ത്, അവിടുത്തെ കുട്ടിയാണ്. അതെ നിങ്ങൾ ഇപ്രാവശ്യം വന്നിട്ട് പറ്റണ കണ്ടില്ല? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. കുട്ടികളൊക്കെ ഉണ്ട് വലുതായിട്ടാ. എന്താല്ലേ നമ്മളെ കല്യാണം കഴിഞ്ഞ സമയം വെച്ചൊക്കെ ഇപ്പൊ വലിയ കുട്ടികളായിരുന്നു നമുക്ക്. നമ്മളൊപ്പം കല്യാണം കഴിഞ്ഞ ആ ടൈമിൽ കഴിഞ്ഞവരെ മക്കളൊക്കെ ഇപ്പൊ കെട്ടിച്ച് പെൺകുട്ടികളെ, ചെക്കന്മാരൊക്കെ പെണ്ണിട്ടല് തുടങ്ങി. ഇജിപ്പോ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിലേക്ക് എത്തുള്ളൂ നിക്കറിയാം. ഇജിപ്പോ അതിന് വേണ്ടിട്ടാണ് ഇപ്പൊ ഒക്കെ കാണിച്ചു തന്നിട്ട്. എന്താ ചെയ്യാ, ഞമ്മക്ക് വിധിച്ചിട്ടില്ല, പഠിത്തം തന്നിട്ടില്ല എന്നു വിചാരിച്ച പോരെ. ഞാൻ എന്നെ പോയിട്ടൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഓറ്റ വിചാരിക്കേ ഏതൊരു ചങ്ങായി വരാമെന്ന് തിരിക്കുന്നു. പോയോക്കെ അതിനായിട്ട് വർത്താനം പറഞ്ഞു പോരി. മക്കളെ, എന്റെ പേരെന്താ? എന്റെ എത്രല്ല പഠിക്കുന്നേ? 7 ബിയിലാ? അത് ശരി. നിങ്ങൾക്ക് ഇന്നറിയോ? ആ എനക്ക് ഇന്നെ അറിയല്ലേ. എനക്കറിയോ മോനെ എന്നെ? ആടാ, കുട്ടികളില്ല. നിങ്ങളൊക്കെ അല്ലേ എന്റെ കുട്ടികള്. നല്ല വാച്ചൊക്കെ ഉണ്ടല്ലോ. ഇതെവിടുന്നേ? എനക്ക് വാച്ചില്ലേ? എനക്ക് വാച്ച് ഞാൻ തരണ്ട കേട്ടാ. എന്താടാ പണി? ആ ഷെഫീക്ക, എന്താ വർത്താനോ? എവിടെ പോയിരുന്നേ? ഞാൻ ഒന്ന് കടയിൽ പോയതാ. ഈ വന്നിട്ട് 2 ദിവസമായില്ലേ? പൈസ ഒന്നും കൂടെ എന്നാ. എന്തിപ്പാ മുന്നോട് വല്ല വർത്താനത്തിനൊന്നും നിൽക്കണം. കുട്ടികളില്ലാത്ത ആള് കണ്ണു കിട്ടുള്ളൂ. വരെ പോയിക്കോ. ഞാൻ കളിക്കാൻ ചേട്ടാ. ഞാൻ പോട്ടെ പോനെ. എന്തായി കുട്ടികളെ പരിചയപ്പെട്ടാ? നല്ല സ്മാർട്ട് കുട്ടികളല്ലേ? നല്ല സ്വഭാവമാണ് ആയിട്ടുള്ളത്. എന്താ മുഖൊക്കെ ഇല്ലാതെ നിങ്ങൾ കരഞ്ഞ പോലെ? എന്റെ കുട്ടി ഇജ്ജാണ്, എന്റെ കുട്ടി ഞാനുമാണ്. അത് മരിക്കോളം ഞാൻ അങ്ങനെ മതി. നമ്മൾ മറ്റുള്ള കുട്ടികളൊന്നും പരിചയപ്പെടാനും പരിചയപ്പെടുത്താനും പോകണ്ട.